ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 3-ാം സങ്കീർത്തനം 5-ാം തിരുവചനം: ഞാൻ ശാന്തമായി ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. സങ്കീർത്തകനായ ദാവീദ് ആനന്ദത്തോടെ നമ്മോട് പങ്കുവയ്ക്കുകയാണ്: ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ കരങ്ങളിലാണെന്നുള്ള ചിന്ത നമുക്കൊരുപാട് സുരക്ഷിതത്വവും ആനന്ദവും തരികയാണ്. COVID-19 ഈ 2-ാം തരംഗത്തിൽ ഒരുപാട് അസ്വസ്ഥതകളും ആകുലതകളും ആശങ്കകളും ഭയപ്പാടുകളും ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുമായി ആയിരങ്ങൾ വീർപ്പുമുട്ടുകയാണ്. എന്നാൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്, നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. ഈ ഒരു വെളിപാട് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കണം. ഈ വചനത്തിൻ്റെ കൃപ സ്വന്തമാക്കി ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മനസ്സിൻ്റെ ഭാരങ്ങൾ, ഹൃദയത്തിൻ്റെ ആകുലതകൾ, നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന നിരവധിയായ പ്രശ്നങ്ങളും അസ്വസ്ഥതകളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം വലതുകരം ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അഭിഷേകം നൽകണമേ, അഭിഷേകം നൽകണമേ. ദൈവവചനത്തിനായി ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ, ഹൃദയത്തെ തുറക്കണമേ. ആകുലതകള്, ആശങ്കകള്, ഭയപ്പാടുകള്, വിഷാദ ചിന്തകള് പരിശുദ്ധാത്മാവേ എടുത്തു മാറ്റണമേ. പ്രത്യാശ കൊണ്ടും ആനന്ദം കൊണ്ടും ദൈവവചനം കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരമടിച്ച് ആത്മാവിൽ നിറഞ്ഞ് എല്ലാം വരെ നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. ഈശോയുടെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ആശങ്കപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന എല്ലാ പ്രതിസന്ധികളെയും എല്ലാ സാഹചര്യങ്ങളെ സമർപ്പിച്ച് എല്ലാം മറന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കൃപ തരണമേ, ജ്ഞാനം തരണമേ, ശക്തി നൽകണമേ, അഭിഷേകം നൽകണമേ, അറിവ് നൽകണമേ, ആലോചന നൽകണമേ. പ്രാർത്ഥിച്ച് ഒരു മനസ്സോടെ എല്ലാം മറന്ന് കരഘോഷത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. ചേർന്ന് പാടാം. നമ്മൾ ഒറ്റയ്ക്കല്ല, കർത്താവ് കൂടെയുണ്ട്. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും കർത്താവിന്റെ കരം ഈ ഒരു തിരിച്ചറിവോടെ പാടി പ്രാർത്ഥിച്ചേ ഞാനെന്നും വഴി നടക്കും. സൈന്യനീര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. ആ ഒരു തീരുമാനത്തോടെ പാടിക്കേ. ആമേൻ, ആമേൻ. കർത്താവേ, കൃപ ചൊരിയണമേ. കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും?
കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. ഈശോയേ കൃപ തരണമേ, കൃപ തരണമേ, കരുണ കാണിക്കണമേ, അഭിഷേകം നൽകണമേ, ശക്തി നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, ഈശോയേ. ഞാനെന്നും വഴി എല്ലാവരും ഒരുമിച്ച് കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ പെരുവള ഇരുമ്പലോടെ നമ്മുടെ മധ്യയുള്ള ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് ഒരു മനസ്സോടെ വിളിക്കുന്നു, ഈശോയേ, ഈശോയേ. അത്ഭുതങ്ങളുടെ ദൈവമേ, കരങ്ങൾ നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപശക്തികള്, തിന്മയുടെ ശക്തികള്, അന്ധകാര ശക്തികള്, മഹാമാരികള്, പകർച്ചവ്യാധികള്, ആശങ്കകള്, ഭയപ്പാടുകള്, വിഷാദ ചിന്തകള് പരിശുദ്ധാത്മാവേ എടുത്തു മാറ്റണമേ. ദൈവ സാന്നിധ്യത്താൽ, ദൈവശക്തിയാൽ, ദൈവകൃപയാൽ, ദൈവിക ചൈതന്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഫിൽ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളിലേക്ക് വരണമേ, ദേശങ്ങളിലേക്ക് വരണമേ, രാജ്യങ്ങളിലേക്ക് വരണമേ. ഞങ്ങളുടെ മാതൃരാജ്യമായ ഭാരത മണ്ണിലേക്ക് വരണമേ, ഞങ്ങളുടെ ദേശങ്ങളിലേക്ക് വരണമേ. കോവിഡ് ബാധിച്ച ജനകോടികളിലേക്ക് വരണമേ. പ്രത്യാശ കൊടുക്കണമേ, സൗഖ്യം കൊടുക്കണമേ, വിടുതൽ കൊടുക്കണമേ, ശക്തി കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ അടിമത്ത കെട്ടുകളും യേശുനാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഈശോയേ, കൃപ, 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 കൃപ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അഭിഷേക തീ ഇറങ്ങട്ടെ, കൃപയുടെ തീ പടരട്ടെ. പരിശുദ്ധാത്മാവേ, ദൈവവചനത്തിനായ ഹൃദയങ്ങളെ തുറക്കണമേ. കർത്താവിന്റെ ആലോചനകളാൽ ഈ സമയം ഞങ്ങളെ സമ്പന്നമാക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ തന്ന് ഞങ്ങളെ ഫലമുള്ളവരാക്കണമേ. കം ഹോളി സ്പിരിറ്റ്, ഫിൽ ഹോളി സ്പിരിറ്റ്. അമ്മ മാതാവിന്റെ മാധ്യസ്ഥവും സഹായവും സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. ശൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ ആത്മാവിൽ ഉണർത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ആലോചന കർത്താവിൻ്റെ വാക്കുകളോടുള്ള അനുസരണം നമുക്ക് സുരക്ഷിതത്വം നൽകുന്നു. കർത്താവിൻ്റെ വാക്കുകളോടുള്ള അനുസരണം നമുക്ക് സുരക്ഷിതത്വം നൽകുന്നു. നമ്മളായിരിക്കുന്ന ഈ നാളുകൾ വളരെ ആശങ്കയിലും ആകുലതയിലും ഭയപ്പാടുകളിലും പലവിധത്തിലുള്ള വിഷാദത്തിലുമാണ് നമ്മൾ അനേകരെ. കോവിഡിൻ്റെ 2ാം തരംഗം ഭാരതത്തിലും നമ്മുടെ കൊച്ചു കേരളത്തിലും നമ്മുടെ ദേശങ്ങളിലൊക്കെ കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഇനി എന്താണ് സംഭവിക്കുക, കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്ന് തീരും, ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുമായി ബിസിനസ്സുകൾ അവതാളത്തിലാകും. ഇനിയും ജോലി നഷ്ടപ്പെടുമോ, സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമോ, കൂടുതൽ കൂടുതൽ കടബാധ്യതകളിലേക്കും ജീവിതം തന്നെ കഠിനമാകുന്നൊരവസ്ഥയിലേക്ക് കടന്നു വരുമോ എന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെടുന്ന ആയിരക്കണക്കിന് ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമുക്ക് തരുന്ന ഈ ആലോചന തിരിച്ചറിയണം. പ്രതിസന്ധികളും പ്രതികൂലങ്ങളെല്ലാം ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ കർത്താവിനെ ആശ്രയിക്കുന്നവരെ, കർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കുന്നവരെ, ആരെല്ലാം കർത്താവിനോട് ചേർന്ന് ഐക്യപ്പെട്ട് ജീവിക്കുന്ന അവരെ ഏത് സാഹചര്യത്തിലും സൂക്ഷിക്കുവാൻ, പരിപാലിക്കുവാൻ കർത്താവ് വിശ്വസ്തനാണെന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 19ഉം 20ഉം തിരുവചനങ്ങൾ. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ
നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായി തീരും. കർത്താവ് അരുളി ചെയ്യുന്നു. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്താണ്? നമ്മൾ കർത്താവിൻ്റെ വാക്കുകളെ അനുസരിക്കുമ്പോൾ, അതേത് സാഹചര്യമാവട്ടെ, സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ കർത്താവിൻ്റെ വാക്കുകളെ വിലമതിച്ച് ആ വചനങ്ങളെ നമ്മൾ വില കൊടുത്ത് അനുസരിക്കുമ്പോൾ ഐശ്വര്യമുണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും. കഠിനമായ ക്ഷാമത്തിൻ്റെ നാളുകളിലും പ്രതികൂല സാഹചര്യങ്ങളും എന്തൊക്കെ പ്രതിസന്ധിയുടെ തിരമാലകൾ ആഞ്ഞടിച്ചാലും അതിൻ്റെ നടുവിൽ നമ്മെ അനുഗ്രഹിക്കുവാനും വളർത്തുവാനും പരിപാലിക്കുവാനും നമ്മുടെ കർത്താവ് മതിയായവനാണ്. നീ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ഐശ്വര്യം സമ്പാദിക്കും. നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ജീവിതം അഭിവൃദ്ധിയിലേക്ക് വരും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ നാശം സംഭവിക്കും, തകർച്ചയുണ്ടാകും. കൃത്യമായി ദൈവത്തിൻ്റെ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. എവിടെ അനുസരണമുണ്ടോ അവിടെ അനുഗ്രഹമുണ്ട്. എവിടെ അനുസരണമുണ്ടോ അവിടെ നമുക്ക് വേണ്ട കൃപയുണ്ട്, നമുക്ക് വേണ്ട നന്മകളുണ്ട്, നമുക്ക് വേണ്ട കർത്താവിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. പുറപ്പാട് പുസ്തകം 9:21 ഇതിനോട് ബന്ധപ്പെട്ട മനോഹരമായൊരു വചനമാണ്. പലരും കർത്താവിൻ്റെ വാക്കുകളെ ഗൗനിച്ചില്ല. കർത്താവിൻ്റെ വചനങ്ങൾ അവർ അവഗണിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തെ ധിക്കരിച്ചുകൊണ്ട് വയലുകളിൽ അവർ തങ്ങളുടെ ദാസന്മാരെയും മൃഗങ്ങളെയും നിർത്തുകയാണ്. എന്ത് സംഭവിച്ചു? പുറപ്പാടിൻ്റെ പുസ്തകം 9:24-25 ശക്തമായ കന്മഴയുണ്ടാവുകയാണ്. മിന്നൽ പിണരുകളും ഇടിമുഴക്കങ്ങളും. 9:25 പറയാണ്, വയലുകളിൽ കന്മഴയുണ്ടായി. അത് വയലിലുണ്ടായിരുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ നശിപ്പിച്ച് കളഞ്ഞു. അതെല്ലാം ചത്തൊടുങ്ങുകയാണ്, അവരെല്ലാം നാശം സംഭവിക്കുകയാണ്. എന്താ കാരണം? കർത്താവിൻ്റെ വാക്കുകൾ അവർ ഗൗനിച്ചില്ല, കർത്താവിൻ്റെ വചനങ്ങളെ വിലമതിച്ചില്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം സുരക്ഷിതമാകുന്നത് നമ്മൾ വില കൊടുത്ത് കർത്താവിൻ്റെ വാക്കുകളെ അനുസരിക്കുമ്പോഴാണ്. സാഹചര്യങ്ങൾ എന്ത് തന്നെയാവട്ടെ, പ്രയാസകരമായ സാഹചര്യങ്ങളാകാം, നമുക്ക് പലപ്പോഴും അനുസരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാകാം. ഈശോയെ പ്രതി, കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി അവിടുത്തെ വചനങ്ങൾ ആരെല്ലാം അനുസരിക്കുന്നുവോ അവരെ അവിടുന്ന് വളർത്തും. അവരെ കർത്താവ് സുരക്ഷിതരാക്കും. അവരെ കർത്താവ് അഭിവൃദ്ധിയിലേക്ക്, ഐശ്വര്യത്തിലേക്ക് എത്തിക്കുമെന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് പറയുന്നത്. എബ്രായ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. ഈ അനുസരണക്കേട് വളരെ വലിയ ഒരു അപകടമാണ്, നമ്മൾ തിരിച്ചറിയണം. നമ്മളിന്ന് അനുഭവിക്കുന്ന പല ദുരിതങ്ങളുടെയും സങ്കടങ്ങളുടെയും നാശങ്ങളുടെയും തകർച്ചകളുടെയും അടിസ്ഥാന കാരണം അനുസരണക്കേടാണ്, മറുതലിപ്പാണ്, കർത്താവിൻ്റെ വാക്കുകളോടുള്ള എതിർപ്പാണ്, വിപരീത ബുദ്ധിയാണ്, ഹൃദയ കാഠിന്യമാണ്. എബ്രായ പുസ്തകം 3:16-17 വചനങ്ങൾ. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വെച്ച് കർത്താവിൻ്റെ സ്വരം കേട്ടവരാണ്, കർത്താവിൻ്റെ പരിപാലനം അനുഭവിച്ചവരാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടും അവരത് വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, ആ ശബ്ദത്തോട് അവർ മറുതലിച്ചു, അനുസരണക്കേട് കാണിച്ചു, അവർ എതിർപ്പിൽ ജീവിച്ചു. എന്ത് സംഭവിച്ചു? ആരൊക്കെ കർത്താവിൻ്റെ വാക്കുകളോട് മറുതലിപ്പും അനുസരണക്കേടും കാണിച്ചോ അവരെല്ലാം മരുഭൂമിയിൽ ചത്തു വീഴുകയാണ്. അവർക്കാർക്കും പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക്, പ്രോമിസ് ലാൻഡിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. എന്താണ് അവരുടെ നാശത്തിനും തകർച്ചയ്ക്കും കാരണമായത്? അനുസരണക്കേടാണ്. അതുകൊണ്ട് യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ കണ്ടത്, നീ അനുസരിക്കുന്നില്ലെങ്കിൽ വാളിനിരയാകുമെന്ന് പറഞ്ഞ വാളുകൊണ്ട് വധിക്കപ്പെടുന്നില്ല. എൻ്റെ അർത്ഥം, നിനക്ക് നാശം സംഭവിക്കും, നിനക്ക് തകർച്ചയുണ്ടാവും, രക്ഷപ്പെടാനാവാത്ത വിധം വലിയ കുഴിയിൽ, നാശകരമായ ഗർത്തത്തിൽ നീ നിബദിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് മുന്നറിയിപ്പ് തരികയാണ് നമുക്ക്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം.
കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിൻ്റെ മുൻപിലിരുന്ന് സ്വസ്ഥമായി നമ്മളെ തന്നെ പരിശോധിക്കണം. ഇന്ന് എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ വാക്കുകളോട് ഞാൻ വിശ്വസ്തത പുലർത്തുന്നുണ്ടോ? കുടുംബമായി കർത്താവിൻ്റെ വചനം അനുസരിച്ച് ഞാൻ ജീവിക്കുന്നുണ്ടോ? എൻ്റെ തൊഴിൽ രംഗത്ത്, എൻ്റെ വരുമാന മാർഗങ്ങളിൽ, എൻ്റെ ബന്ധങ്ങളിൽ, എൻ്റെ ഇടപാടുകളിൽ, ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ഞാൻ ആയിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ വചനത്തെ കാക്കുവാൻ, ദൈവവചനത്തെ പ്രമാണിക്കുവാൻ, വില കൊടുത്ത് ദൈവവചനത്തെ അനുസരിക്കുവാൻ ഇന്നെനിക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തോടെ നമ്മളിത് കാണണം. പലപ്പോഴും ഈ വിഷയത്തിലുള്ള നമ്മുടെ ലാഘവ ബുദ്ധിയും നമ്മുടെ ഈസി ഗോയിങ് ആണ് പലപ്പോഴും നമ്മെ നാശത്തിനും തകർച്ചയിലെത്തിക്കുന്നത്. കർത്താവ് തരുന്ന ഈ ചിന്തകളെ വളരെ ഗൗരവത്തോടെ കാണണം. എൻ്റെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി, എൻ്റെ ചില സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ബോധപൂർവം കർത്താവിൻ്റെ വചനങ്ങളെ അവഗണിക്കാറുണ്ടോ? കർത്താവിൻ്റെ വാക്കുകളോട് ഞാൻ അവിശ്വസ്തത പുലർത്തുന്നുണ്ടോ? എൻ്റെ സൗകര്യാർത്ഥം കർത്താവിൻ്റെ വചനത്തെ ഞാൻ മാറ്റിവെക്കുന്നുണ്ടോ? നമ്മൾ വളരെ ഗൗരവബോധത്തോടെ ചിന്തിക്കണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ, നമ്മുടെ കുടുംബങ്ങളിലെ, നമ്മുടെ തൊഴിൽ മേഖലകളിൽ, അത് ജോലിയിലാകാം, ബിസിനസ്സിലാകാം, മറ്റേത് വരുമാന മാർഗങ്ങളിലാവട്ടെ, ശുശ്രൂഷ മണ്ഡലങ്ങളിൽ, നമ്മുടെ മിനിസ്ട്രികളിലെ, നമ്മളായിരിക്കുന്ന സമൂഹത്തിലെ, നമ്മൾ ഏർപ്പെടുന്ന എല്ലാ തലങ്ങളിലും എന്തുകൊണ്ടാണ് ചില നാശങ്ങളും തകർച്ചകളും ദുരിതങ്ങളും സംഭവിക്കുന്നത്? പലരും ചോദിക്കാറുണ്ട്, വൈ? എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ ഈ തകർച്ചയുണ്ടായി? എന്തുകൊണ്ട് എൻ്റെ ബിസിനസ്സിൽ ഈ പരാജയം സംഭവിച്ചു? കർത്താവിനെ സംരക്ഷിക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ട് എനിക്ക് സംരക്ഷണം കിട്ടിയില്ല? എന്തുകൊണ്ട് ഈ പരാജയം എൻ്റെ ശുശ്രൂഷ മേഖലയിൽ സംഭവിച്ചു? എൻ്റെ ജോലി എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? ബിസിനസ് വലിയ തകർച്ചയിലായി. എൻ്റെ മിനിസ്ട്രി ആകെ പൊട്ടിപ്പൊളിഞ്ഞു പോയി. ഉള്ളവരിൽ ഭയങ്കര ഭിന്നത, അഭിപ്രായ വ്യത്യാസങ്ങൾ, അനൈക്യം, വിഭാഗീയത, മാത്സര്യം, മിനിസ്ട്രി ആകെ തകർന്നു പോയി. എന്തുകൊണ്ടാണ് കർത്താവ് ഇത് അനുവദിച്ചത്? കർത്താവിനെ സ്നേഹിച്ച് പിൻപറ്റിയ എൻ്റെ ജീവിതത്തിൽ, എന്നോടുള്ള ബന്ധത്തിൽ എന്തുകൊണ്ട് ഈ ദുരിതങ്ങളെല്ലാം വന്നുപെട്ടു? പലപ്പോഴും നമ്മളൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഈ ശുശ്രൂഷ ഇതുപോലെ ചിന്തിക്കുന്ന പലരുടെയും ഹൃദയങ്ങളെ കർത്താവ് അറിയുന്നുണ്ട്. നമ്മൾ ഉള്ളുകൊണ്ട് പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയത്തിലേക്ക് ഈ സമയം പരിശുദ്ധാത്മാവ് വെളിച്ചം വീശുകയാണ്. എന്തുകൊണ്ടാണ് ഈ തകർച്ചകളും നാശങ്ങളും പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്? അതിൻ്റെ പ്രധാന കാരണം അപ്പോസ്തല പ്രവർത്തനങ്ങൾ 27-ാം അധ്യായത്തിലോട്ട് വരണം. അവിടെ 9ഉം 10ഉം വചനങ്ങൾ ആദ്യം ഞാനിന്ന് വായിക്കാം. നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കി ഒരുമിച്ച വചനം വായിക്കണം. സമയം വളരെയേറെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഉപവാസകാലം അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ യാത്ര ചെയ്യുക അപകടപൂർണമായിരുന്നു. അതിനാൽ പൗലോസ് അവരോട് ഇങ്ങനെ ഉപദേശിച്ചു: മാന്യരെ, നമ്മുടെ ഈ കപ്പൽ യാത്ര കപ്പലിനും ചരക്കിനു മാത്രമല്ല, നമ്മുടെ ജീവന് തന്നെയും നഷ്ടവും അപകടവും വരുത്തുമെന്ന് ഞാൻ കാണുന്നു. വിശുദ്ധ പൗലോസ് പ്രവചനാത്മാവിൽ കാണുകയാണ്, ആത്മാവിൽ കാണുകയാണ് സംഭവിക്കാൻ പോകുന്ന വലിയ ദുരന്തം, സംഭവിക്കാൻ പോകുന്ന കപ്പൽ നാശം പ്രവചനാത്മാവിൽ കണ്ടുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞു, നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് അപകടമാണ്. കപ്പലിനും ചരക്കിനു മാത്രമല്ല, നമ്മുടെ ജീവന് തന്നെ അത് അപകടമാണെന്ന് ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. കൃത്യമായി കർത്താവ് അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. എൻ്റെ സഹോദരി സഹോദരൻ, ഇതുപോലെ ദൈവം ചില സംഭവങ്ങളിലൂടെ, ചില സാഹചര്യങ്ങളിലൂടെ, ചില വ്യക്തികളിലൂടെ, തൻ്റെ അഭിഷിക്തരിലൂടെ, തൻ്റെ പ്രവാചകന്മാരിലൂടെ പല മുന്നറിയിപ്പുകൾ നമുക്ക് തരുന്നുണ്ട്. തൻ്റെ വചനത്തിലൂടെ തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച്, മാറ്റം വരുത്തേണ്ടതിനെക്കുറിച്ച്,
നീക്കം ചെയ്യേണ്ടതിനെക്കുറിച്ച്, കർത്താവിൻ്റെ വാക്കുകളോട് നമ്മൾ വിശ്വസ്തരാകേണ്ടതിന് ആവശ്യകതയെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തിൽ ചില ക്രമീകരണങ്ങൾ കൊണ്ടുവരണം. കർത്താവിന് ചേരാത്ത, പരിശുദ്ധാത്മാവിനെ സങ്കടപ്പെടുത്തുന്ന, നമ്മുടെ കർത്താവിന് യോഗ്യമല്ലാത്ത പലതും പിഴുതുമാറ്റുവാൻ, ഇല്ലാതാക്കുവാൻ പല മുന്നറിയിപ്പുകളും ദൈവം നമുക്ക് പലപ്പോഴുമായി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ സൗകര്യാർത്ഥം നമ്മൾ പലരും അതിനോട് മുഖം തിരിക്കുകയാണ്. അത് നമുക്കുള്ളതല്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിയട്ടെ, അല്പനേരം കൂടി കഴിയട്ടെ, ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകട്ടെ, കുറച്ച് കഴിഞ്ഞിട്ടാകാം അങ്ങനെ, കുറച്ച് കഴിഞ്ഞിട്ടാകാം ഇങ്ങനെ എന്ന് ചിന്തിച്ച് സൗകര്യാർത്ഥം കർത്താവിൻ്റെ വാക്കുകളെ നമ്മൾ ചവിട്ടിക്കളയുകയാണ്, അവഗണിക്കുകയാണ്. വിശുദ്ധ പൗലോസിലൂടെ ആ കപ്പലിൽ യാത്ര ചെയ്യുന്നവർക്കും അതിന് ഉടമസ്ഥനും കൃത്യമായ ദൂത് കൊടുത്തു. ഇപ്പോൾ യാത്ര ചെയ്യരുത്, അപകടമാണ്. കപ്പൽ തകരും, ചരക്കുകളൊക്കെ നമുക്ക് നഷ്ടപ്പെടും, നമ്മുടെ ജീവന് തന്നെ ഇത് വലിയ അപകടവും ഭീഷണിയാകും ഈ യാത്ര. എന്നാൽ ആ കപ്പലുടമസ്ഥൻ എന്താണ് ചെയ്തത്? പലപ്പോഴും ഇവിടെയാണ് നമുക്ക് തകർച്ച വരുന്നത്, ഇവിടെയാണ് പലപ്പോഴും നമ്മൾ വഴിതെറ്റിപ്പോകുന്നത്. കർത്താവിനെ ആശ്രയിക്കാതെ, കർത്താവിലേക്ക് കണ്ണുയർത്താതെ, കർത്താവിൻ്റെ വാക്കുകളിൽ ലിസൺ ചെയ്യാതെ, കർത്താവിന് മുന്നിൽ മുട്ടുമടക്കാതെ നമ്മൾ പലപ്പോഴും പരിചയ സമ്പന്നരെ, പരിജ്ഞാനമുള്ളവരെ, ഈ ഫീൽഡിൽ അറിവുള്ളവരെ, അത് ഏത് ഫീൽഡിലാവട്ടെ, ആ ഫീൽഡിൽ അറിവുള്ളവരെ, അവർ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഇങ്ങനെ പോകണം, ഈ രീതിയിൽ പോകണം, ഇങ്ങനെ പോയില്ലെങ്കിൽ ഈ സ്ഥാപനം നിലനിൽക്കില്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്രമപ്പെടുത്തണം, ഇല്ലെങ്കിൽ ഇതിന് വളർച്ചയുണ്ടാവുകയില്ല, ഇത് നശിക്കും, ഇത് തകരും, അല്ലെങ്കിൽ ഇവിടെ സിസ്റ്റം വരില്ല. ചിലപ്പോൾ കർത്താവ് പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആവും ഇങ്ങനെയുള്ള ഉപദേശകർ പറയുന്നുണ്ടാവും. നമ്മൾ ആരുടെ വാക്കാണ് വിലമതിക്കുന്നത്? ആര് പറയുന്നതാണ് നമ്മൾ സ്വീകരിക്കുന്നത്? ഇത് നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവിനേക്കാൾ അറിവുള്ളവരുണ്ടോ? ഉണ്ടോ? ഞാൻ അറിയാതെ ചോദിക്കുക. നമ്മുടെ കർത്താവിനേക്കാൾ അറിവുള്ള ആരെങ്കിലും ഉണ്ടോ? അവൻ സർവജ്ഞാനിയായ ദൈവമല്ലേ? കർത്താവിന് അറിയാത്തതായി, അവിടുത്തെ പരിശുദ്ധാത്മാവിന് അറിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? അവിടത്തേക്കെല്ലാം അറിയാൻ, പ്രിയപ്പെട്ടവരെ. പലപ്പോഴും നമ്മൾ കർത്താവിനെ, പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തിയിട്ട് നല്ല നല്ല ഈ പ്രൊഫഷണൽസ്, നല്ല കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരും അവരുടെ വൈഭവമൊക്കെ കാണുമ്പോൾ നമ്മുടെ ധാരണ എന്താണെന്നറിയോ? കർത്താവിനേക്കാളും ബുദ്ധിയാണ് ഇവർക്ക്, കർത്താവിനേക്കാളും കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനുള്ള കഴിവും പ്രാപ്തി ഇവർക്കുണ്ട്. കർത്താവിനൊരു മൂലയിൽ കൊണ്ട്, ഒരു കോർണറിൽ കൊണ്ട് ഒതുക്കിയിട്ട് നമ്മളിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ്. നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ നമ്മളിത് ശ്രദ്ധിക്കണം, നമ്മുടെ മാധ്യമ ശുശ്രൂഷകളിൽ നമ്മളിത് ശ്രദ്ധിക്കണം, നമ്മുടെ കുടുംബ മേഖലയിൽ നമ്മളിത് ശ്രദ്ധിക്കണം, നമ്മുടെ ബിസിനസ്സിൽ ശ്രദ്ധിക്കണം. അഡ്വൈസുകൾ നല്ലതാണ്, ഉപദേശങ്ങൾ നല്ലതാണ്, അതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. എന്നാൽ കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് പരിശുദ്ധാത്മ നൽകുന്ന ആലോചനകളോട് നോ പറഞ്ഞിട്ട് അവരിവരും പറയുന്ന ഉപദേശങ്ങൾ സ്വീകരിച്ചാൽ നീ കുഴിയിൽ വീഴും, രക്ഷപ്പെടാനാവാത്ത വിധം തകർന്നു പോകുക. എത്ര പേരെങ്ങനെ തകർന്നു പോയിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 27:11 ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിക്കുക. എന്നാൽ ശതാധിപൻ പൗലോസിന്റെ വാക്കുകളെയെല്ലാം കപ്പിത്താനെയും കപ്പലുടമയെയുമാണ് അനുസരിച്ചത്. ഇതാണ് അപകടം. വ്യക്തമായി ദൈവത്തിന് തിരുവെഴുത്ത് പറയാ. ആ ശതാധിപൻ പൗലോസ് നോക്കിയപ്പോൾ ഒരു കീറി പറഞ്ഞ മനുഷ്യൻ, ബുദ്ധിഹീനനായ മനുഷ്യൻ, വിവരമില്ലാത്തവൻ എന്നൊക്കെ ഈ ശതാധിപനെ തോന്നിക്കാണും. ഇവൻ അടിമയായിട്ട് കൊണ്ടുപോവാണ്, ഇവനാണോ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്, ഇവനാണോ ബുദ്ധി ഉപദേശിക്കാൻ വരുന്നതൊക്കെ ഈ ശതാധിപൻ ചിലപ്പോൾ ചിന്തിച്ച് കാണും. ഇവിടെ നല്ല ഒന്നാം തരം കപ്പിത്താൻ, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല നല്ല പക്ക പ്രൊഫഷണൽ, എന്നാ മിടുമിടുക്കനാ ഈ കപ്പിത്താനും കപ്പലുടമയും. എന്തോരം യാത്ര നടത്തിയിട്ടുള്ളവനാ. ഇവർക്കൊക്കെ കാര്യങ്ങൾ നല്ലതുപോലെ അറിയാം. ഈ പൗലോസ് വിവരമില്ലാത്ത ഈ പൗലോസാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്. ശതാധിപൻ പൗലോസിനോട് വെളിപ്പെട്ട ദൈവത്തിൻ്റെ ആലോചനയെ അവഗണിച്ചുകൊണ്ട് കപ്പിത്താനും കപ്പലുടമയും പറഞ്ഞത് അനുസരിച്ചു. പലപ്പോഴും ഇതാണ് നമ്മുടെ മിനിസ്ട്രികൾ പരാജയത്തിലേക്കും, നമ്മുടെ കുടുംബങ്ങൾ തകർച്ചയിലേക്കും, നമ്മുടെ വരുമാന മാർഗങ്ങളിൽ, തൊഴിൽ മേഖലകളിൽ പലപ്പോഴും അധപതനത്തിലേക്കും പരാജയത്തിലേക്കും വരുവാനുള്ള അടിസ്ഥാന കാരണമെന്ന് നമ്മൾ മറന്നു പോകരുത്.
എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇതൊരു സത്യമാണ്. കർത്താവിനെ വിട്ടുകളഞ്ഞിട്ട് നമുക്കൊന്നും വേണ്ട. കർത്താവിനെ അവഗണിച്ചുകൊണ്ട് നമുക്ക് ഒരു ഐശ്വര്യ അഭിവൃദ്ധിയും വേണ്ട. കർത്താവിൻ്റെ ഉപദേശങ്ങൾ, ആലോചനകളെ തള്ളിക്കളഞ്ഞിട്ട് ഇവരുടെ ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കെണിയിൽപ്പെടും. തിരിച്ചു വരാൻ കഴിയാത്ത വിധം നമ്മൾ തകർന്നു പോകും. ഈ ശതാധിപന്റെ ഈ പ്രവൃത്തി മൂലം എന്താ സംഭവിച്ചത്? എന്നാ വലിയ ദുരിതമാണ് ഉണ്ടായത്, എന്തോരം വലിയ പ്രതിസന്ധി, പരാജയമാണ് ഉണ്ടായത്. എന്താ ഉണ്ടായത്? അപ്പോസ്തല പ്രവർത്തനം 27:18, 19, 20 വചനങ്ങൾ വായിക്കാം, ശ്രദ്ധിക്കുക. വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ ആടി ഉലഞ്ഞതിനാൽ അടുത്ത ദിവസം അവർ ചരക്കുകൾ കടലിൽ എറിയാൻ തുടങ്ങി. 3-ാം ദിവസം അവർ സ്വന്തം കൈകൊണ്ട് കപ്പൽ പായകളും വലിച്ചെറിഞ്ഞു. വളരെ ദിവസങ്ങളായി സൂര്യനോ നക്ഷത്രങ്ങളോ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. കൊടുങ്കാറ്റാഞ്ഞടിച്ചിരിക്കുന്നതിനാൽ രക്ഷപ്പെടാമെന്ന ആശ തന്നെ ഞങ്ങൾ കൈവിടിഞ്ഞു. ഈ തകർച്ചയ്ക്കും ഈ ദുരിതത്തിനും കാരണം എന്താ പ്രിയപ്പെട്ടവരെ? അപ്പോസ്തല പ്രവർത്തനം 27:11 കണ്ടു. ശതാധിപൻ പൗലോസിനോട് വെളിപ്പെട്ട ദൈവത്തിൻ്റെ ആലോചനയാൽ അനുസരിച്ചത്, കപ്പിത്താനും കപ്പലുടമയും പറഞ്ഞതനുസരിച്ചു. തൽഫലമായ എന്തുണ്ടായി? കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ട് ആടി ഒലഞ്ഞ് വട്ടം കറങ്ങാണ്. ഒരു അടി ശരിയായ ദിശയിൽ പോകാൻ പറ്റുന്നില്ല. ചരക്കുകളൊക്കെ കടലിൽ എറിയാൻ തുടങ്ങി. ദിവസങ്ങളായി സൂര്യപ്രകാശം കണ്ടിട്ട് കൂരാക്കൂരി ഇരുട്ട് അന്ധകാരത്തിൽ കിടന്ന് വട്ടം കറങ്ങാണ്. രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ വരെ നഷ്ടപ്പെട്ടു പോയി. അവർ വിഷാദത്തിലായി, വലിയ സങ്കടത്തിലായി, ദുരിതത്തിലായി. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഉണ്ടോ എൻ്റെ സഹോദര? ഇതിന് വല്ല ആവശ്യമുണ്ടോ എൻ്റെ സഹോദരി? കർത്താവിൻ്റെ വാക്കുകൾ അനുസരിച്ചുവെങ്കിൽ, കർത്താവ് നൽകിയ ആലോചന സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ ദുരിതം സംഭവിക്കുമോ? ഈ നാശം സംഭവിക്കുമോ? ഇത്രയും ഭീമാകരമായ നഷ്ടമുണ്ടാകുമോ? ഈ പ്രതിസന്ധി ഉണ്ടാവുമോ? നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ജീവിതങ്ങളിലും, നമ്മുടെ കുടുംബങ്ങളിലും, നമ്മുടെ കൂട്ടായ്മകളിലും, നമ്മളായിരിക്കുന്ന മിനിസ്ട്രികളിലും, നമ്മുടെ തൊഴിൽ മേഖലകളിലൊക്കെ ഇതുപോലെ പല കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ച് നഷ്ടങ്ങളും നാശങ്ങളും തകർച്ചകളും ദുരിതങ്ങളും പരാജയങ്ങളും സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മശോധന ചെയ്യണം. കർത്താവിൻ്റെ വാക്കുകളോട് നമ്മൾ അവിശ്വസ്തരായോ? കർത്താവിൻ്റെ വാക്കുകളേക്കാൾ ഉപരി, കർത്താവിൻ്റെ ആലോചനയേക്കാൾ ഉപരി അവരും ഇവരും പറഞ്ഞതിൻ്റെ വഴിയിലൂടെ ഞാൻ മുന്നോട്ട് പോയോ? നമ്മൾ സ്വയം പരിശോധിക്കുക പ്രിയപ്പെട്ടവരെ. അനുദപിക്കുക. നമ്മൾ കർത്താവിനോട് ഏറ്റുപറയുക. ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ, ഈ പകർച്ചവ്യാധിയുടെ ഈ പ്രതികൂലങ്ങളിൽ നമ്മൾ വിഷാദത്തിലേക്കും നിരാശയിലേക്കും പോകാതെ കർത്താവിലേക്ക് നോക്കി ബലപ്പെടുക. കർത്താവിനെ മുറുകെ പിടിച്ച് കർത്താവിനോടുള്ള ആശ്രയത്തിൽ നമ്മൾ വളരുമ്പോൾ നമുക്ക് വേണ്ട സകല നന്മകളും പരിശുദ്ധാത്മ പ്രദാനം ചെയ്യും. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എവിടെയും നമ്മെ സൂക്ഷിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളെ സൂക്ഷിക്കാൻ, നമ്മുടെ മക്കളെ സൂക്ഷിക്കുവാൻ, നമ്മുടെ പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കുവാൻ, നമ്മുടെ വരുമാന മാർഗങ്ങൾ ആശീർവദിക്കുവാൻ, നമുക്കുള്ളതിനെല്ലാം ഐശ്വര്യത്തിലേക്ക് നയിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഈ സത്യം തിരിച്ചറിഞ്ഞ് ഈശോയോട് ഐക്യപ്പെട്ട് അവൻ്റെ വചനങ്ങളോട് വിശ്വസ്തത പുലർത്തി കർത്താവിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കാം. ഈ പകർച്ചവ്യാധി മഹാമാരി ഇത് അവസാനിക്കുവാൻ, ലോകത്തിൽ സമാധാനമുണ്ടാകാൻ, രാജ്യങ്ങളിൽ സമാധാനമുണ്ടാകാൻ, ദേശങ്ങളിൽ സമാധാനമുണ്ടാകാൻ, കുടുംബങ്ങളിലെല്ലാം ആനന്ദവും പ്രത്യാശയും ഉണ്ടാകാൻ നമുക്ക് കർത്താവിനോട് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ പൊന്നു കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് ഇന്നലകളിലെ ദൈവപരിപാലനയെ മറന്നു പോകരുത്. പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ
മഹത്വമേ